അങ്ങനെ ഞാൻ കഴക്കൂട്ടത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടപ്പം ഞാൻ പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചേച്ചി റൈസ് ചോറ് കൊടുക്കുന്നതായിട്ട് കണ്ടു വിൽക്കുന്നു. കടയിലാണ്. അപ്പം ഞാൻ ആ ചേച്ചിയുടെ ചോദിച്ചു എങ്ങനെ റേറ്റ് എന്ന് വെച്ചപ്പം 2 ടൈപ്പ് ഉണ്ട്, 110, 130 ഉണ്ട്. 110 ഫിഷ് കറി മീൽസ് തന്നെയാണ്, പക്ഷേ 130 ആകുമ്പം എഗ്ഗൊക്കെ വരും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 110 മതി എന്ന് പറഞ്ഞാൽ 110 റൈസ് റെഡ് റൈസ് മേടിച്ചു. നമുക്ക് എങ്ങനെയുണ്ട് റെഡ് റൈസ് എന്ന് നോക്കാം. അപ്പം ഞാൻ റെഡ് റൈസ് എടുത്തപ്പം ഒരു കവറ്, രണ്ടാമത്തെ കവറ്, 3 കവറ്, മൂന്നാമത്തെ. ഇനി ഉള്ളത് റൈസിൻ്റെ ഒരു പൊതിയാണ്. ചോറ് പൊതിഞ്ഞിരിക്കുന്നത് ഇലയിലൊക്കെയാണ്. ഞാൻ ഇലയോട് വെച്ചു നോക്കട്ടെ. കൊള്ളാം. ചെമ്പ റൈസാണ്. ഞാൻ ചുമന്ന അരിയാണ് പറഞ്ഞത്, ഞാൻ ചെമ്പ അരിയാണ് പറഞ്ഞത്. വൈറ്റ് അരിയുണ്ട്, വെള്ള അരിയുണ്ട്. നമുക്ക് നോക്കാം. 110 രൂപയാണ്. എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ചമ്മന്തി ഉണ്ട്, ഓക്കെ, തോരൻ. എന്ത് തോരനാണെന്ന് ചോദിച്ചാൽ ഇത് കപ്പയ്ക്കയല്ലേ, കപ്പയ്ക്ക തോരനാണേ. പിന്നെ ഒരു ക്യാബേജിൻ്റെ തോരനാണെന്ന് തോന്നുന്നു. ക്യാബേജിൻ്റെ തോരനുണ്ട്. പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. അപ്പം ഇതാണ് ഊണ്. ഇനി സൈഡായിട്ട് 3 കവറുണ്ട്. ഞാനത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ രസമാണ്, സെക്കൻഡ് മീൻകറിയാണ് രണ്ടാമത്തെ കവറിനകത്ത്, മൂന്നാമത്തേനകത്ത് പരിപ്പുമാണ്. അപ്പം പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ട്, പറയാൻ വിട്ടുപോയി, ഈ ടൈപ്പ് മുളകുണ്ട്, ചമ്മന്തി ഉണ്ട്, ക്യാബേജിൻ്റെ തോരനുണ്ട്, കപ്പയ്ക്ക നമ്മൾ ഓമയ്ക്ക എന്ന് പറയില്ലേ, ഓമയ്ക്ക തോരനുണ്ട്, മാങ്ങാച്ചാറുണ്ട്, ചോറുണ്ട്. അപ്പം നമുക്ക് കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് അത്രയാണ്. ശേഷം ഞാനത് ഒഴിച്ചോട്ടെ. ഓക്കെ, കൊള്ളാം. ചമ്മന്തി യൂസ് ചെയ്തു. കുറച്ച് തോരനും കുറച്ച് ഇതും കുറച്ചും ഉള്ളിയൊക്കെ ഇട്ട് കൊള്ളാം. 110 രൂപ. കഴക്കൂട്ടം പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ ഞാൻ പേയ്മെൻറ്റ് ചെയ്തപ്പം ഗൂഗിൾ പേ ചെയ്തത്. അപ്പം എനിക്ക് വന്ന അതിനകത്തൊരു നെയിമാണ് രഞ്ജിനി വ്ളോഗ്സ്. അപ്പം രഞ്ജിനി എന്നായിരിക്കും ആ ചേച്ചിയുടെ പേര്, മാഡത്തിൻ്റെ പേര്. അപ്പം ഞാൻ പിന്നെ ഊണും മേടിച്ച് ഞാൻ അവിടെ തിരിക്കുമായിരുന്നു. അപ്പം കൊള്ളാം. നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങളിപ്പം ഹോംലി ഫുഡോ ഇങ്ങനത്തെ ഒരു ഊണ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വെജും കാണുമായിരിക്കും. പിന്നെ 130 മുട്ടയുള്ള ടൈപ്പുള്ളതാണെന്ന് ഞാൻ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഊണ് കഴക്കൂട്ടത്ത് ഏരിയയിൽ കഴിക്കണമെങ്കിൽ താമസിക്കുന്നവരോ ബാച്ചുലേഴ്സ് തന്നെ അല്ലെങ്കിൽ സിംഗിളായിട്ട് താമസിക്കുന്നവരോ അല്ലെങ്കിൽ വീട്ടിലത്തേക്ക് ഫുഡ് വേണമല്ലോ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം. പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു കട ഷോപ്പിലുണ്ട്, രഞ്ജിനി. പോസ്റ്റ് ഓഫീസിൻ്റെ ആ റേഞ്ച് കഴക്കൂട്ടം പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഏരിയ ആയിട്ടൊക്കെ വരും. കൊള്ളാം. കപ്പയ്ക്ക് തോരനൊക്കെ, ഓമയ്ക്ക തോരൻ അല്ലെങ്കിൽ കപ്പയ്ക്ക് നിങ്ങളവിടെ എന്താ പറയുന്നത്, ഓമയ്ക്ക തോരന കപ്പ നല്ല കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. രസമൊന്നും ഒഴിച്ച് ഞാൻ രസമൊക്കെ ഒഴിച്ച് സമാധാനത്തിൽ വീട്ടിൽ നിന്നും ടിവിയും കണ്ട് സമാധാനത്തിൽ കഴിക്കുക. ടേസ്റ്റും
ചോറൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുക. അപ്പം ശരി, ഞാനൊന്ന് കഴിച്ചു തീർക്കട്ടെ.